എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജും അതോടൊപ്പം വയനാട് വിഷൻ ചാനലും ഈ ഒരു ആരോഗ്യ ദർശനം പ്രോഗ്രാം ഒരുപാട് വർഷങ്ങളായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രോഗ്രാംസുകൾ വിവിധ വിഷയങ്ങളും അതുപോലെ ആളുകൾക്ക് അനിവാര്യമായ കുറേ ആരോഗ്യപരമായ അറിവുകളും സമ്മാനിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായൊരു വാക്കാണ്. പലപ്പോഴും നമ്മുടെ ശാരീരിക അവശതകൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഫിസിയോതെറാപ്പിയാണ്. പക്ഷേ ഒരു PMR എന്ന് പറയുന്ന സെക്ഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് മനുഷ്യന് ആധുനിക ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ് ഈ PMR സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ ഈ PMR ഡിപ്പാർട്ട്മെൻറ്റ് അതിശക്തമാണ്. നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് അടങ്ങുന്ന വലിയൊരു സംഘം ഈ PMR സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് PMRന് പ്രാധാന്യം? വെറും ഒരു ഫിസിയോതെറാപ്പി മാത്രമാണോ? ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് PMR സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരമാകുന്നുണ്ട്? അപ്പോൾ ആധുനിക ചികിത്സാ രംഗത്ത് PMRൻ്റെ പ്രാധാന്യം, ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതിൻ്റെ ഒരു പ്രാധാന്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഒന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഡോക്ടർ ഷാനവാസ്, സ്പെഷ്യലിസ്റ്റ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടറെ. നമ്മൾ ഇപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ആളുകളിലേക്ക് പോകാനും ഡോക്ടർക്ക് ടോപ്പിക്കിലേക്ക് വരാനും വേണ്ടിയിട്ട് പറഞ്ഞാണ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ. അപ്പം ഈ ഫിസിയോതെറാപ്പിക്ക് അപ്പുറത്തേക്ക് പലർക്കും അറിയില്ല. അപ്പോൾ PMRന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ ആക്സിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് എത്രത്തോളം ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും, ഇപ്പോൾ കൈയൊന്ന് നിവരാത്ത ആളുകളാണെങ്കിലും കാലൊന്ന് നിവരാത്ത ആളുകളാണെങ്കിലും ഒക്കെ ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഒരു വലിയ അപകടം സംഭവിച്ചു വരുന്ന ആളുകളിലേക്കൊക്കെ PMR എത്രത്തോളമാണ് ഒരു പ്രാധാന്യമായിട്ട് വരുന്നത്? PMR എന്ന് പറയുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുനരധിവാസം തന്നെയാണ്. അത് മെഡിക്കൽ മേഖലയിലുള്ള പുനരധിവാസം. ഒരു ആൾക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ അസുഖം കൊണ്ട് അവിടെ നിർത്തുന്നില്ല. അതിലൊരു 4 ഡൊമൈനായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ഡിസീസ്, ആ അസുഖം തന്നെയാണ്. രണ്ടാമത്തത് നമ്മൾ ഇമ്പയർമെൻ്റ് എന്നാണ് പറയുക. ആ അസുഖം കാരണം അങ്ങേർക്കുണ്ടാവുന്ന ആ രോഗിക്കുണ്ടാവുന്ന ശക്തിക്കുറവ് അല്ലെങ്കിൽ വേദന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മൂന്നാമത് വരുന്നത് ഡിസബിലിറ്റിയാണ്. ഈ ഇമ്പയർമെൻറ്റ് കൊണ്ട് നോർമലി സാധാരണഗതിയിൽ നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അയാൾക്ക് നടക്കാൻ പറ്റണം, അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ ഒരു ശക്തിക്കുറവ് വന്ന ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം, മുട്ടുവേദന ഉള്ള ഒരാൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഡിസബിലിറ്റി ആ പേഷ്യൻറ്റിനെ ഒരു ഹാൻഡിക്യാപ്പാക്കി മാറ്റാം. അതായത് അയാൾ ചെയ്യേണ്ട ജോലി, അല്ലെങ്കിൽ അയാൾ സോഷ്യലി ആക്റ്റീവായിരിക്കേണ്ട, അല്ലെങ്കിൽ അയാൾ സോഷ്യലി ഇൻവോൾവ് ആവേണ്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാൻ പറ്റാത്തതിനാണ് നമ്മൾ ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഡൊമൈനിലാണ് നമ്മൾ ആ ഒരു അസുഖത്തിനെ തിരിക്കുന്നത്. നമ്മൾ ഒരു അസുഖം വന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷാഘാതം എന്ന് മലയാളത്തിൽ പറയും. ഒരു സൈഡ് തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അസുഖമായിട്ട് നമുക്ക് സ്ട്രോക്കിനെ തന്നെ വെക്കാം. അതിന് മെഡിക്കലി നമ്മൾ സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് എന്നുള്ള പേരിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും കോമൺ ടേമിൽ നമുക്ക് സ്ട്രോക്ക് എന്ന് വിളിക്കാം. അതിൽ ആ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് വരുന്ന ഇമ്പയർമെൻറ്റ്, അതാണ് നമ്മൾ ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ കൈക്കും കാലിനുള്ള ശക്തി കുറവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്തതാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതാവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇമ്പയർമെൻറ്റ് കൊണ്ട് അവർക്കുണ്ടാവുന്ന ഡിസബിലിറ്റി, അതായത് നടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അയാൾ അണേബിൾ ടു ഡു ആണ്. സ്വന്തം ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ സ്വന്തം ചെയ്യേണ്ട കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ ജോലിക്ക് പോകാനും പറ്റാതെ വരുമ്പോൾ അയാൾ ഹാൻഡിക്യാപ്പായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് വന്ന ഒരാൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിയുന്നു. ഇത്രയും കാലം സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവയർനെസ് കുറഞ്ഞ ആൾക്കാരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലൊരു മൂലയിൽ ഒരു കിടക്കയിൽ ആൾ കിടത്തുന്നു, ഇടയ്ക്കോ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പേഷ്യൻറ്റ് കാലാകാലം ആ വീട്ടിൽ ആ ഒരു മൂലയിൽ ബെഡ്റിഡനായി കിടക്കുകയാണ്. ആ രോഗിക്കതൊരു ബേർഡനാണ്, വീട്ടുകാർക്കതൊരു ബേർഡനാണ്, സൊസൈറ്റിക്ക് മൊത്തത്തിൽ അതൊരു ബേർഡനാണ്. ഒരാൾ അയാളുടെ സൊസൈറ്റിയിലേക്കുള്ള ഇൻവോൾവ്മെൻ്റ് എല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം ആ പേഷ്യൻറ്റിനെ മാത്രം ആ ഒരു അസുഖത്തിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ സംഭവിക്കുന്ന കാര്യമാണിത്.
ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിലേക്ക് വരുമ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ ആ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ആ രോഗിയെയും ആ രോഗിയുടെ സമൂഹത്തെയും മൊത്തത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ അവരുടെ ഇനീഷ്യൽ മെഡിക്കൽ ആവശ്യങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു. അതിൽ അവരുടെ വീക്ക്നെസ്സിൻ്റെ കാര്യങ്ങളാവാം, അതുവഴി അവർക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാം. അതിൽ അവർക്ക് വേദനകൾ വരാം, അങ്ങനത്തെ കോംപ്ലിക്കേഷൻ, അവർക്ക് ബെഡ് സോർ, അതായത് ഉണങ്ങാത്ത മുറിവുകൾ വരാം, പിന്നെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, മൂത്രത്തിൽ പഴുപ്പ് പോലത്തെ കോംപ്ലിക്കേഷൻസ്, ഇതൊക്കെ നമ്മൾ മെഡിക്കലി ട്രീറ്റ് ചെയ്യുന്നതാണ്. അതുകൂടാതെ അവരുടെ ഇമ്പയർമെൻറ്റ് ക്ലിയർ ആക്കാനും അവരുടെ ഡിസബിലിറ്റിയിൽ നിന്ന് അവരെ വീണ്ടും ഏബിളാക്കിയെടുക്കാനും അവരുടെ ഹാൻഡിക്യാപ്പ് സ്റ്റാറ്റസ് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട് ഉള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിലുള്ളത്. അതിൻ്റെ പല പല ഭാഗങ്ങളാണ്. ഒന്ന് ഫിസിയോതെറാപ്പി, അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ആ ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ശക്തി വീണ്ടെടുക്കുക, അവർക്ക് ഉള്ള വൈകല്യങ്ങൾ, ഇപ്പോൾ ചില ആൾക്കാർക്ക് മുട്ട് നിവർത്താൻ പറ്റുന്ന അവസ്ഥയായിരിക്കും, അപ്പോൾ മുട്ട് നിവർത്തിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ആ കാര്യങ്ങളാണ് ഫിസിയോതെറാപ്പിയിൽ ചെയ്യുന്നത്. പിന്നെ എക്സ്ട്രാ വേണ്ടി വരുന്ന തെറാപ്പിയാണ് സ്പീച്ച് തെറാപ്പി, സ്വാലോ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സെയിം എക്സാമ്പിൾ, സ്ട്രോക്ക് എടുക്കുകയാണെങ്കിൽ ഒരു 60% സ്ട്രോക്ക് പേഷ്യൻസ്, സ്ട്രോക്ക് വന്ന ആൾക്കാർക്ക് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആസ്പിറേഷൻ എന്ന് പറയും, അതായത് തെരി പോവുക, മലയാളത്തിൽ നമ്മൾ തെരി പോവുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ വ്യക്തത ഉണ്ടാവില്ല. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സ്പീച്ച് തെറാപ്പിയും പിന്നെ സ്വാലോ തെറാപ്പിയും അതിന് പല പല ഇൻ്റർവെൻഷൻസും ചെയ്തുകൊണ്ട് അത് ക്ലിയർ ആക്കി എടുക്കാനുള്ളതാണ് സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 40% ആൾക്കാരും ഇതേപോലെ എന്തെങ്കിലും ഡിസബിലിറ്റി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ചില ആൾക്കാർക്ക് ഡിപ്രഷൻ അല്ലാതെ സൈക്കോട്ടിക്, അതായത് അവർ അല്ലാതെ അഗ്രസീവ്, വയലൻ്റ് ആവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി വന്ന ആൾക്കാർക്ക് അവർ അല്ലാതെ വയലൻ്റ് ആകുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റിനെയും ആ സൈക്കോളജി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും ഈ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിന് നമ്മൾ കോഗ്നിറ്റീവ് റീഹാബിലിറ്റേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരിക്കലും ഒരു വൺ മാൻ ഷോ അല്ല. അതിൽ ഡോക്ടറുടെ റോൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെയും സ്പീച്ച് ആൻഡ് സ്വാലോ തെറാപ്പിസ്റ്റിൻ്റെയും പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക് ടെക്നീഷ്യൻ്റെയും. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു ടീമാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പിന്നെ ഫിസിയോതെറാപ്പി എന്നുള്ള ഒരൊറ്റ സെക്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല അത്. PMR ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു ഡ്രൈവർ എന്തെങ്കിലും പറ്റിയിട്ട് വരികയാണ്, അപ്പോൾ അദ്ദേഹത്തിന് പിന്നീട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ല, അദ്ദേഹത്തിൻ്റെ ജോലിയായിരുന്നു അത്. അപ്പോൾ ആ രീതിയിലേക്ക് അദ്ദേഹത്തെ വീണ്ടും കൊണ്ടുപോവുക, അദ്ദേഹത്തെ വീണ്ടും ഡ്രൈവറാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ നമുക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു, ആക്സിഡൻറ്റിൽ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ ബസ്സോ അങ്ങനെ എന്തെങ്കിലും സംഭവമാകട്ടെ. ഇനി മറ്റൊന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാണ് മരത്തിൽ നിന്ന് താഴെ വീഴുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ശരീരത്തിൽ പൊട്ട് വരാൻ സാധ്യതയുണ്ട്, അപ്പം നട്ടെല്ലിനടക്കം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് PMRലേക്ക് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യുക? എപ്പോഴും ഫസ്റ്റ് രോഗിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യൽ ട്രീറ്റ്മെൻറ്റ്. അതെപ്പോഴും ചെയ്യുന്നത് ഒന്നുകിൽ ന്യൂറോ സർജൻ ആവാം, അതല്ലെങ്കിൽ ന്യൂറോ മെഡിസിൻ, അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ, ഓർത്തോപെഡിഷ്യൻ, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആയിരിക്കാം. ഇതെല്ലാം നമുക്ക് പറയുകയാണെങ്കിൽ ഓർഗൻ ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റികളാണ്. അതായത് ബ്രെയിനിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നു, എല്ലിനെ സ്പെഷ്യലൈസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്ന് പേഷ്യൻറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നീട് അവർ എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും വരുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അണ്ടറിലാണ്. ആ സമയത്ത് അവർക്കുണ്ടാകുന്ന മെഡിക്കൽ പ്രോബ്ലങ്ങൾ എല്ലാം മാനേജ് ചെയ്യുന്നത് ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന ഡോക്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഫിസിയോതെറാപ്പി ഈ തുടക്ക സ്റ്റേജിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് പേഷ്യൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നു. അതിനുവേണ്ടി ഫിസിയോതെറാപ്പിസ്റ്റിന് ഡയറക്റ്റായിട്ട്, അതായത് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയും, ഫിസിയോതെറാപ്പിസ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് അതിനേക്കാൾ ഉപരി റോബോട്ടിക്സ് ആയിട്ടുള്ള റോബോട്ടിക് തെറാപ്പികളുണ്ട്, പിന്നെ വിർച്വൽ റിയാലിറ്റി, അങ്ങനെ വല്ലാതൊരു ഡെവലപ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒക്കുപേഷണൽ തെറാപ്പിയിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റത്തത്. ഇപ്പോൾ ഒരു നട്ടലിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് കാൽ രണ്ട് തളർന്നുപോയി, ഡ്രൈവറാണ് ആൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അയാൾക്കിനി തിരിച്ച് ഡ്രൈവിങ്ങിലേക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ കാലില്ലാത്ത ഒരാൾ ക്ലച്ചും ആക്സിലറേറ്ററും ബ്രേക്കും ചവിട്ടാനുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് അവിടെ നിർത്തുന്നില്ല. അവർക്ക് ഡ്രൈവിങ് തന്നെയാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള ഉപാധി നമുക്ക് വണ്ടിയിൽ കണ്ടുവെക്കാൻ പറ്റും. അതായത് കയ്യിൽ
കൈകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും കൈകൊണ്ട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വലിയ എളുപ്പമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. അതുപോലെ വണ്ടിയിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അയാൾ തിരിച്ച് ആ ഡ്രൈവിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. അതിനുവേണ്ടി ഒക്കുപേഷണൽ തെറാപ്പിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും നമുക്ക്. ഇനിയിപ്പോൾ ചില ആൾക്കാർക്ക് നമുക്ക് എത്ര ട്രൈ ചെയ്താലും അവരെ തിരിച്ച ജോലിയിലേക്ക് എത്തിക്കാൻ പറ്റില്ല എന്ന് വരും. അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു ജോലി കണ്ടുപിടിക്കണം. അതിൽ അവർക്ക് ട്രെയിനിങ്, ആ ജോലിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. എന്നിട്ട് ആ ജോലിയിലേക്ക് അവരെ അതും ഈ PMR അതിനാണ് നമ്മൾ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ശരീരം അതിന് പാകപ്പെടുത്താം. അതാണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ PMRലേക്ക് വരുന്ന സമയത്ത് മെഡിസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതോ ഈ പ്രാക്ടിക്കലായിട്ടുള്ള ഇതുപോലെയുള്ള എക്സസൈസ് അതുപോലെയുള്ള കാര്യങ്ങളാണോ, അതോ മെഡിസിൻ വിത്ത് ഇതുപോലെയാണോ, എങ്ങനെയാണ്? ഇതിൽ ഫിസിയാട്രിസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് കാര്യമായിട്ട് ചെയ്യുന്നത് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. അതിൽ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷനുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സ്ട്രോക്ക് വന്ന പേഷ്യൻറ്റിനാണെങ്കിലും അല്ലെങ്കിൽ നട്ടലിന് പരിക്ക് വന്ന പേഷ്യൻറ്റിനാണെങ്കിലും അവർക്ക് യൂറിൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂറിൻ പോകാത്ത പ്രശ്നങ്ങൾ വരും. അതിൽ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ UTI എന്ന് പറയും. പിന്നെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതായത് കാലിലെ രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുക, ബെഡ് സോർ, പ്രഷർ ഇഞ്ചുറി, അതായത് ഒരുപാട് നേരം ഒരേ സൈഡിൽ കിടക്കുമ്പോൾ ആ ഭാഗത്ത് മുറിവ് വരിക, ഈ വ്രണങ്ങൾ, ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ഡോക്ടറാണ്. ഫിസിക്കൽ മെഡിസിൻ അത് മെഡിസിൻ. അത് കൂടാതെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് അവരുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു പൊസിഷനിൽ ഈ പേഷ്യൻ്റ് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല, അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പല പല ഇൻ്റർവെൻഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീണ്ടും ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പോൾ പേഷ്യൻറ്റിന് ഓൾറെഡി ഒരു മുട്ടുവേദനയും കൂടെ ഉണ്ടെന്ന് കരുതുക. ഇതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യാൻ ആൾ നടത്തിക്കാൻ നോക്കുമ്പോൾ മുട്ടുവേദന സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ മുട്ടിൻ്റെ വേദന കുറയാനുള്ള കാര്യങ്ങൾ ഇൻ്റർവെൻഷനായിട്ടും മെഡിസിനായിട്ടും ഇൻ്റർവെൻഷൻ. ആ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ആവാം, അല്ലെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ ആവാം. അത് ചെയ്തിട്ട് അയാളെ വീണ്ടും ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടി പ്രാപ്തനാക്കി തിരിച്ച് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ പൂർണ്ണമായും ഏകദേശം ഓക്കെ ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ അതിനെന്താണ് നമ്മൾ പിന്നീട് അതിന് ഓക്കെ ആയി എന്ന് അറിയാൻ വേണ്ടി അവരെ വീട്ടിലേക്ക് വിടുകയാണോ ചെയ്യുന്നത്, അതോ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പ്രാക്ടിക്കലായി അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഒരാൾ വന്ന സ്റ്റേജിൽ നിന്ന് കംപ്ലീറ്റ്ലി ബെറ്ററായി, ആൾ ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കും. അതിനായി നമ്മൾ അവരെ പേഷ്യൻറ്റിനെ പുറത്ത് കൊണ്ടുപോകുന്നു. അവർ ഡെയിലി ലൈഫിൽ ചലഞ്ച് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഒരു തവണ അവരെ കടത്തിവിടുന്നു. അപ്പോൾ അതിൽ അവരെന്തൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നുണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സ്ട്രോക്ക് വന്ന ആളെ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചറി വന്ന ആളെ ആൾ നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്നു. അതിൽ ഡെയിലി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഓട്ടോറിക്ഷയിൽ കയറുന്നതാവാം, അവർ ഓട്ടോയിൽ കയറ്റുന്നു, ബസ്സിൽ കയറുന്നതാവാം. ഓട്ടോയിൽ കയറുന്നതും ബസ്സിൽ കയറുന്നതും ഡിഫറെൻ്റ് ആണ്. അതുപോലെ അവരെ നമ്മളൊരു ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവർ തന്നെ സാധനം വാങ്ങുന്നു, ആ സാധനം കൊണ്ട് തിരിച്ചു വരുന്നു. ഇതെല്ലാം നടന്നിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് കയറ്റങ്ങളുണ്ടാവാം, ഇറക്കങ്ങളുണ്ടാവാം. ഈ സമയത്തൊക്കെ അവർക്ക് ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം, അവർ വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർ സ്വന്തമായിട്ട് അവരുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇതെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിമുലേറ്റഡ് കിച്ചൺ ഉണ്ട്. ആ അടുക്കളയിൽ നിന്ന് അവരെ പോസിബിളായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പാകം ചെയ്യിപ്പിക്കുന്നു. ചിലപ്പോൾ ചെറുതായിട്ടുള്ള മുട്ടയാവാം, എന്താവാം. ആ ഒരു പാചകം ചെയ്യുന്നത് കൂടി നമുക്ക് ഏകദേശം അവരുടെ ഡെയിലി ലൈഫിൽ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവർ ചെയ്യാൻ പ്രാപ്തരാണെന്ന് ഉറപ്പ് വരുന്നു. ഈ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അറിയുക കൂടി ചെയ്യാം. എന്നിട്ട് അത് വീണ്ടും പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ വീണ്ടും ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് ഈ പ്രായത്തിൻ്റെ ഒരു ഡിഫറൻസ് വല്ലാതെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അപകടം പറ്റി വരുന്ന ആൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യാറുള്ളത്? നമ്മൾ അപകടം മാത്രമല്ല, നമ്മൾ PMR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന പേഷ്യൻസ് ജനിച്ചത് മുതൽ 90-100 വയസ്സ് വരെയുള്ള കുട്ടികളുള്ള ആളുകളുണ്ട്. അപ്പോൾ ജനിച്ച കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഇവിടെ തന്നെ കാണുന്നതാണ്. പല കുട്ടികൾക്കും ചിലപ്പോൾ കൈ ഒരു ഭാഗം തളർന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, അങ്ങനത്തെ കുട്ടികളുണ്ടാവാം. അതല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മയോപ്പതി പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവും. ഒരു 14 വയസ്സ് 15 വയസ്സുള്ള കുട്ടികൾക്ക് മയോപ്പതി അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതും അല്ലെങ്കിൽ കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഒരു 20-40 വയസ്സിലാണ് നമ്മൾ കൂടുതലും ഈ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ അപകടം പറ്റിയിട്ടുള്ള ബ്രെയിൻ ഡാമേജുകൾ കാണുന്നത്. അപ്പോൾ ആ പ്രായത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ശേഷമുള്ള ആൾക്കാർക്കാണ് നമ്മൾ കൂടുതൽ സ്ട്രോക്ക് കാണുന്നത്. അപ്പോൾ പിന്നെ ഇതല്ലാതെ നമ്മൾ കണ്ടുവരുന്ന മറ്റു കാര്യങ്ങളാണ് ഈ ക്രോണിക് പെയിൻ എന്ന് പറയും.
കാലാകാലങ്ങളായിട്ട് അവർക്കുള്ള വേദന, അത് മുട്ടുവേദനയാവാം, ഉരവേദനയാവാം, കഴുത്ത് വേദനയാവാം, കൈകാലുകളിൽ അങ്ങനെ ശരീരം മൊത്തമുള്ള വേദനകൾ ഒരുപാട്. ഇതെല്ലാം നമ്മൾ PMR കണ്ടുവരുന്ന കേസുകളാണ്, അല്ലെങ്കിൽ PMR വരുന്ന പേഷ്യൻറ്റുകളാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഏജ് വൈസ് ഡിഫറൻസ് ആണ് ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഒരു 90 വയസ്സുള്ള ഒരാളുടെ ബ്രെയിൻ 25-30 വയസ്സുള്ള ഒരാളുടെ ബ്രെയിനും ഡിഫറെൻ്റ് ആണ്. 25-30 വയസ്സുള്ള ആളുടെ ബ്രെയിൻ നല്ലപോലെ ഡെവലപ്മെൻറ്റിന് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. പക്ഷേ 90 വയസ്സുള്ള ആൾക്ക് അത്ര പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. അതുപോലെ അവരുടെ ഹാർട്ട്, 90 വയസ്സുള്ള ആളുടെ ഒരു ഹൃദയം എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല, പക്ഷേ 30 വയസ്സുള്ള ആളുടെ ഹൃദയം അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും കൊടുക്കാൻ പറ്റുന്ന തെറാപ്പിയുടെ ലെവൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾക്ക് നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ 90 വയസ്സുള്ള ഒരാൾക്ക് ആ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് കുറച്ച് സ്ലോ ആയിരിക്കും, പക്ഷേ സ്റ്റിൽ അവിടെയും ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ഒരു റൂമുണ്ട്. അവിടെയും അവർക്ക് ആ ട്രീറ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ PMR നമുക്ക് പിന്നെ ഏതൊക്കെ ആളുകൾക്ക് PMR ഡയറക്റ്റ് ആണോ വരുന്നത്, അല്ലെങ്കിൽ PMR റെഫർ ചെയ്യുകയാണോ മറ്റേതെങ്കിലും സെക്ഷൻ, അങ്ങനെയാണോ വരുന്നത്? PMR ഡയറക്റ്റ് വരുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവയർനെസ് കുറവായതുകൊണ്ട് തന്നെ PMR ഡയറക്റ്റ് വരുന്ന ആൾക്കാരുടെ എണ്ണം നല്ലപോലെ കുറവാണ്. കൂടുതലും ഞാൻ ഈ പറഞ്ഞതുപോലെ കാലാകാലങ്ങളായിട്ടുള്ള വേദന രോഗികളാണ് നമ്മുടെ PMR OP വരുന്നത്. അപ്പോൾ അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ ആ കാലാകാലങ്ങളായിട്ടുള്ള വേദന കുറച്ച് ബുദ്ധിമുട്ടാണ്. കാലാകാലങ്ങളായി അവർ ഈ മരുന്ന് വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരിക്കും. ആ വേദന സംഹാരികളുടെ പാർശ്വഫലങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേദന സംഹാരികൾ കുറച്ച് മറ്റ് മെത്തേഡുകൾ ഉപയോഗിച്ചാണ് അവരുടെ വേദനകൾ കുറച്ച് കൊടുക്കുന്നത്. അതിൽ അവർക്ക് ഫിസിയോതെറാപ്പി ഉണ്ടാവാം, പിന്നെ അതല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടാവാം, പിന്നെ അവരുടെ വെയിറ്റ് റിഡക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ വേദനകളും മറ്റും കുറച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ പ്രായം കൂടുന്ന ആളുകൾ കാണുന്ന എല്ല് തേയ്മാനം പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് കൂടുതലും ഈ പറയുന്ന പോലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് PMR കണക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൂടുതൽ ഗുണമുണ്ടോ? എല്ല് തേയ്മാനം, അതുപോലെ എല്ലിന് ബലക്കുറവ്, ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രായം കൂടുന്ന ആൾക്കാർക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു അസ്ഥിരോഗ വിഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വേദന സംഹാരികൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്നിട്ട് അവരെ തിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് കാലങ്ങളായി വേദന സംഹാരികൾ കഴിക്കുന്ന ഒരുപാട് രോഗികളെ എനിക്കറിയാം. അവർ PMR വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല മൊഡാലിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവർക്ക് വേദന സംഹാരികളിൽ നിന്നുള്ള മുക്തിയും കിട്ടും, വേദനയിൽ നിന്നുള്ള മുക്തിയും കൂടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അത് ഡയറക്റ്റ് PMR അത്രയും കേസുകൾക്ക് വരാൻ പറ്റും. ഡയറക്റ്റ് PMR വരാൻ പറ്റുന്നതാണ് അത്രയും കേസുകൾ. അവിടെ ഈ എല്ല് തേയ്മാനത്തിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണോ, അതോ മെഡിസിൻ? എല്ല് തേയ്മാനത്തിന് നമ്മൾ മെഡിസിൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിക്ക് എല്ല് തേയ്മാനത്തിന് വീണ്ടും മെഡിസിൻ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ഫസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതിലവരുടെ വെയിറ്റ് കുറക്കുന്ന കാര്യങ്ങൾ, എക്സസൈസ്, പിന്നെ അവരുടെ ഭക്ഷണക്രമങ്ങൾ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. അതിൻ്റെ ശേഷം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റ് പ്രൊസീജിയറുകളിലേക്ക് കടക്കും. അതിൽ മെഡിസിൻസ് കൊടുക്കാം, അതല്ലാതെ നമ്മൾ ഒരുപാട് ഇഞ്ചക്ഷൻസ്, പുതിയ ഒരുപാട് ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതിൽ പെടുന്നതാണ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നത്. അതൊരു റീജനറേറ്റീവ് തെറാപ്പിയാണ്. ഇത് ഇത്തരം രോഗികൾക്ക്, അതിപ്പം എല്ല് തേയ്മാനമാവാം, അതല്ല മറ്റ് വേദനകളാവാം, അതല്ലെങ്കിൽ മസിൽ ഡാമേജുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ ഈ PRP പോലത്തെ റീജനറേറ്റീവ് തെറാപ്പികൾ ഒരുപാടുണ്ട്. PRP ഉണ്ട്, ബോൺ മാരോ കോൺസെൻട്രേറ്റ് ഉണ്ട്, പിന്നെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഉണ്ട്, പിന്നെ ഫാറ്റ്, അതായത് അഡിപ്പോസൈറ്റ്സ് എന്ന് പറയും, അഡിപ്പോസൈറ്റ് ഇഞ്ചക്ഷൻ, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ അവർക്ക് റിക്കവറി ഫാസ്റ്ററായിട്ട് കുറച്ചും കൂടെ പെട്ടെന്ന് റിക്കവറി ഉണ്ടാവും. ചില കേസുകളിൽ സർജറിയെ ഒഴിവാക്കാൻ വരെ ഇത്തരം പ്രൊസീജിയേഴ്സിനെ കൊണ്ട് പറ്റാറുണ്ട്. എല്ലാ കേസിലും പറ്റില്ല, സർജറി വേണ്ടതിന് സർജറി തന്നെ ചെയ്യണം. അല്ലാതെ ചില കണ്ടീഷൻസ്, അതിലൊക്കെ നമുക്ക് ഇത്തരം പ്രൊസീജിയർ ചെയ്താൽ സർജറി ഒഴിവാക്കാൻ പറ്റാറുണ്ട്. ചില അൺനെസസറി അല്ലെ അൺവാണ്ടഡ് സർജറീസ് ഒഴിവാക്കാനും PMR കൊണ്ട് നമുക്ക് പറ്റാറുണ്ട്. ഈ കുട്ടികളുടെയും കേസ് സെയിം തന്നെയാണോ? ഇത് മുതിർന്ന ആളുകളുടെ പറയുന്ന പോലെ തന്നെയാണ്? കുട്ടികൾക്ക് സാധാരണ ഇതിൽ ഇത്തരം വേദന കണ്ടീഷൻസ് നമ്മൾ കാണാറില്ല. കൂടുതലും നമ്മൾ അവരിൽ കണ്ടുവരുന്നത് ഒന്നുകിൽ അവരുടെ വളർച്ചയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാക്കാം, അതായത് ഡെവലപ്മെൻറ്റൽ ഡിലേസ് എന്ന് പറയും നമ്മൾ. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന സെറിബ്രൽ പാൾസി പോലത്തെ കണ്ടീഷൻസ്, അവർക്ക് ശക്തി കുറവായിരിക്കാം, അതുപോലെ കൈകാലുകളിൽ ഉണ്ടാകുന്ന ബലം പിടുത്തം, അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ കാണുന്നത് നമുക്ക്. അപ്പോൾ അവർക്ക് ഈ ഇൻ്റർവെൻഷൻസിനേക്കാളും കൂടുതൽ തെറാപ്പിയും കാര്യങ്ങളും തന്നെയാണ് വേണ്ടി വരിക. ഈ ആക്സിഡൻസ് കേസുകളൊക്കെ പതിപോലെ മുതിർന്നവർക്കുള്ളത് പോലെ തന്നെയാണ്. ആക്സിഡൻറ്റ് കേസുകളിലും വ്യത്യാസം ഇതാണ്, കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആയി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും ഫർദർ ഡെവലപ്മെൻറ്റിന് സാധ്യതയുള്ളതാണ്. പക്ഷേ മുതിർന്നവരുടേത് ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിനാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് അവർ യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ ബ്രെയിനിൻ്റെ 100% നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്ന ബ്രെയിൻ ഉപയോഗിച്ചിട്ട്
ബാക്കി ഭാഗത്തിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൈ തളർന്നു പോയ ഒരാൾക്ക് കൈനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഏരിയ ബ്രെയിനിലുണ്ട്. ആ ഏരിയക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഏരിയ ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിന് ചുറ്റും യൂട്ടിലൈസ് ചെയ്യാത്ത ഏരിയ ഉണ്ട്. അതിനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ആ ഏരിയ കൈയുടെ ഫംഗ്ഷനെ ടേക്ക് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ബ്രെയിനിൽ ഡാമേജ് ആയ ഏരിയയുടെ ഫംഗ്ഷൻ മറ്റേ ഏരിയയെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഈ PMRൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വെറും ഫിസിയോതെറാപ്പിയെ കുറിച്ചാണ് കൂടുതൽ അറിയുക. അപ്പോൾ ആധുനിക ചികിത്സാ രീതിയിൽ PMRന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഒരു മനുഷ്യന് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്നു, പക്ഷേ ആ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ, ശരീരത്തിലെ പ്രവർത്തിക്കേണ്ട പല അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത അവസ്ഥയിൽ, അദ്ദേഹത്തിന് ഒരു നോർമൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ ഏറ്റവും പ്രാപ്യമായ ഡിപ്പാർട്ട്മെൻറ്റാണ് PMR. അപ്പോൾ മെഡിസിനോടൊപ്പം നമ്മുടെ ശരീരം, നമ്മുടെ പ്രവൃത്തികൾ കൃത്യമായി പഴയത് എങ്ങനെയായിരുന്നോ അതിലേക്ക് കൊണ്ടുവരാനുള്ള 100% കൂടുതൽ പ്രയത്നം PMRൽ നടക്കുന്നുണ്ട്. ഫിസിയോതെറാപ്പി കൂടാതെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് അതിന്. അപ്പോൾ ഇതിലെല്ലാം കവർ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് നോർമൽ ലൈഫിലേക്ക് തന്നെ കൃത്യമായിട്ട് പോകാൻ സാധിക്കും. അപ്പം സർവൈവ് ചെയ്യാൻ വളരെയധികം സാധിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ, ആധുനിക ചികിത്സാ രംഗത്തെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളടക്കം AI അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫങ്ഷൻ കൂടിയാണ് ഇപ്പോൾ നമ്മളെ PMR ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. ഒരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ PMRൽ സർവൈവൽ അല്ല ഉദ്ദേശിക്കുന്നത്. സർവൈവൽ എന്നത് ഒരു യൂഷ്വൽ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ഒരു മെത്തഡാണ്. സർവൈവ് ചെയ്യുക, പേഷ്യൻറ്റ് സർവൈവ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പേഷ്യൻറ്റ് സർവൈവ് ചെയ്യുന്നതിനേക്കാൾ ഉപരി അവർ ഒരു കളർഫുൾ ലൈഫ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ, അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒത്ത രീതിയിൽ ഒരു പർപ്പസ്ഫുൾ ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ് PMRൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇന്നത്തെ കാലത്ത് എല്ലാവരും ക്വാളിറ്റിയാണ് നോക്കുന്നത്. ഇവിടെ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ ക്വാളിറ്റിയാണ്, അതായത് ഒരു പേഴ്സണിൻ്റെ ലിവിങ് ക്വാളിറ്റി, അതാണ് PMRൽ നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് വെക്കുന്നത്. സർവൈവ് മാത്രമല്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണോ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ പതിപോലെ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ പലരും ഇഞ്ചേർഡായിട്ട് വീടിനകത്തേക്ക് പോകുന്നു, അത്യാവശ്യം മെഡിസിനൊക്കെ കഴിച്ച് കിടപ്പ് രോഗികളായിട്ട് മാറുന്നു, ബെഡഡായിട്ട് മാറുകയാണ്. ആ സമയത്ത് അവരനുഭവിക്കുന്ന മാനസികമായ ഒരുപാട് പ്രയാസങ്ങൾ, പക്ഷെ അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ സാങ്കേതിക വിദ്യകളും ചികിത്സാ രീതികളും മാറി. അതിൻ്റെ മകുടോദാഹരണമാണ് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടേഴ്സ് അടക്കം വർക്ക് ചെയ്യുന്ന മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ PMR സെക്ഷൻ എന്ന് പറയുന്നത്, PMR ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വീണ്ടും പതിവ് പോലെ പഴയതുപോലെ സമൂഹത്തിൽ നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ വീണ്ടും ഈ കിടപ്പ് രോഗികളടക്കമുള്ള ആളുകളെ മാറ്റിയെടുക്കുന്ന വലിയ പ്രയത്നം നടത്തി ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ ഉദാഹരണമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ വന്നിട്ട് നേരിട്ട് തന്നെ കണ്ടിട്ടുള്ള അനുഭവങ്ങൾ PMRലുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാമോ ഏറ്റവും ഈ അടുത്ത് സംഭവത്തിൽ? ഈ അടുത്ത് ഇന്നലെ ഒരു രോഗി നമ്മുടെ ഭാഗത്ത് നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടായിരുന്നു. പേര് തേജസ് എന്നാണ്. ഹൈദരാബാദിൽ വെച്ച് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയതാണ്. വന്ന സമയത്ത് ആൾ കംപ്ലീറ്റ്ലി ഒരു റെസ്പോൺസ് ഇല്ലാതെ അവസ്ഥയിലായിരുന്നു. ഇവിടുന്ന് നമ്മൾ ഫിസിയോതെറാപ്പി കൊണ്ടും ഒക്കുപേഷണൽ തെറാപ്പി കൊണ്ടും പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉപയോഗിച്ച് ഇന്നലെ ആൾ നടന്നിട്ടാണ് പോയത് ഇവിടുന്ന്. അപ്പോൾ അതുപോലെ ഒരുപാട് പേഷ്യൻസ് കിടന്നു വന്ന രോഗികൾ നടന്നു പോകാറുണ്ട്. പക്ഷേ എല്ലാവരിലും ഇത് നടക്കും എന്നല്ല. പക്ഷേ ചില ആൾക്കാർക്ക് ഈ ഇത്തരമൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയാൽ അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് തിരിച്ചെത്താറുണ്ട്. അത്തരം ആൾക്കാർക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ കൃത്യമായിട്ട് അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഏത് രീതിയിൽ ഡെവലപ്പ് ആവൂ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എഫേർട്ടിൽ ആ ഒരു രോഗിയെ കൃത്യമായി അവരുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ PMR നടത്തുന്നുണ്ട്. ഡോക്ടർ ഷാനവാസ് സ്പെഷ്യലിസ്റ്റാണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ. ഞാൻ പറഞ്ഞതുപോലെ ശക്തമായൊരു ഡിപ്പാർട്ട്മെൻറ്റ് മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ PMRൻ്റെ ഇത്രയും വിശദമായ കുറേ വിവരങ്ങൾ നൽകുകയും ഇതറിയാത്ത ആളുകൾക്ക് കുറച്ചുകൂടി ഇനി ചിന്തിക്കാനുള്ള ഒരവസരവും അറിവും നൽകുകയും ചെയ്ത ഈ എപ്പിസോഡ് ഉപകാരപ്രദമായി എന്ന് ചിന്തിക്കുന്നു. നമ്മളോടൊപ്പം പങ്കെടുത്ത് ഡോക്ടർ ഷാനവാസ് ആണ്, സ്പെഷ്യലിസ്റ്റ് ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ മെഡിക്കൽ കോളേജ്, മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. പങ്കെടുത്ത ഡോക്ടർക്ക് നന്ദി, നമസ്കാരം.